Next point, if all the elements of a row or column are 0, then the value of the determinant is 0. അതായത് ഒരു ഡിറ്റർമിനന്റിനകത്ത് ഒരു റോയിലെ എല്ലാ എലമെൻസും അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെൻസും 0 ആണെങ്കിൽ ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. Then next point, if all the elements of any row or column are multiplied by the same number, then the determinant is multiplied by that number. അതായത് നമുക്കൊരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്. ആ ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തിലെ എല്ലാ എലമെൻസും ഒരു സെയിം നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു the determinant of the original matrix into that multiplied number. Okay, then example, if D equal to determinant A1 B1 C1 A2 B2 C2 A3 B3 C3 and D1 equal to K A1 K B1 K C1 A2 B2 C2 A3 B3 C3. ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻസിനെയും കെ എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ കെയെ നമുക്ക് കോമൺലി പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി റിമൈനിങ് എലമെൻറ്റ്സ് എന്ത് വരും? കെ ഇൻറ്റു കെ എടുത്തിരിക്കുന്നു, പുറത്തെടുത്തിരിക്കുന്നു, ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A1 B1 C1 A2 B2 C2 A3 B3 C3. അത് ഏതിൻ്റെ ഡിറ്റർമിനന്റ് ആണ്? ഇതിൻ്റെ ഡിറ്റർമിനന്റ് ഡി ആണ്. Therefore D1 is equal to K into D എന്ന് നമുക്ക് എഴുതാൻ പറ്റും. Then if all the elements of a row or column are proportional or identical, നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിലെ ഏതെങ്കിലും ഒരു റോയും അടുത്ത വേറെ ഏതെങ്കിലും ഒരു റോയും തമ്മിൽ ഐഡന്റിക്കൽ ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് ഈസ് 0. Okay, that means if all the elements of a row or column are proportional or identical to the element of any other row or column, then the determinant vanishes. That is, its value is 0. Example, if D equal to A1 B1 C1 A1 B1 C1 A3 B3 C3, this first row and the second row are identical and therefore its determinant is equal to 0. Also, if D1 equal to A1 B1 C1 K A1 K B1 K C1, second റോയിലെ എലമെൻസിനെ എല്ലാം K എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട് അല്ലെങ്കിൽ K എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. A3 B3 C3 തേർഡ് റോ. ഇവിടെ നിന്നാണെങ്കിൽ നമ്മുടെ ഈ പ്രോപ്പർട്ടി പറഞ്ഞത്, അതായത് ഡി പ്രോപ്പർട്ടി പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്ന് K നമുക്ക് കോമൺ എടുക്കാമല്ലോ. K ഇൻറ്റു A1 B1 C1 A1 B1 C1 A3 B3 C3. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റും സെക്കൻഡും റോയും തമ്മിൽ ഈ ഐഡന്റിക്കൽ ആയിരിക്കില്ലേ? അങ്ങനെ ഐഡന്റിക്കൽ ആണെങ്കിൽ ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore K into 0, ആൻസർ ഈസ് 0. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്ന് നമുക്ക് പറയാം. Then practice problem number 3. Prove that determinant A, B, C, X, Y, Z, P, Q, R equal to Y, B, Q, X, A, P, Z, C, R. നമ്മൾ ഈ പ്രോബ്ലം നമ്മളിപ്പോൾ പഠിച്ച പ്രോപ്പർട്ടീസിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിറ്റർമിനന്റ് ഗിവൺ ഡിറ്റർമിനന്റ് ഡി ഈക്വൽ ടു എ ബി സി എക്സ് വൈ സെഡ് പി ക്യു ആർ. നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന റോസിനെ കോളമായിട്ടും അല്ലെങ്കിൽ കോളത്തിനെ റോസ് ആയിട്ടോ ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഡിറ്റർമിനന്റ് വാല്യൂവിന് ഒരു പ്രോബ്ലവും ഉണ്ടാവുന്നില്ല എന്ന്. ആ പ്രോപ്പർട്ടി അനുസരിച്ച് ഫസ്റ്റ് തന്നിരിക്കുന്ന ഗിവൺ ഡിറ്റർമിനന്റിനെ ചെയ്യാൻ പോവാണ്. A, B, C, first row changes to our first column, second row changes to our second column and the third row changes to our third column. Okay, അങ്ങനെ ചെയ്താലും അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂവിനകത്ത് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. Then next, ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് കോളത്തിനെയും സെക്കൻഡ് കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ആദ്യം നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. രണ്ട് റോസ് അല്ലെങ്കിൽ രണ്ട് കോളംസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ ആ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഒറിജിനലിനേക്കാളും ഒരു സൈൻ ചേഞ്ച് ഉണ്ടാവും അല്ലേ? അതായത് പോസിറ്റീവായിട്ടായിരുന്നത് നെഗറ്റീവായിട്ട് മാറും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം അവിടെ എന്തുണ്ടാവും? ഒരു നെഗറ്റീവ്
sign change ഉണ്ടാവും. XAP, that means first column, the second column XYZ will become our first column XYZ, and the first column changes to our second column ABC, and the third column remains the same PQR. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന അതല്ലെങ്കിൽ നമുക്ക് പ്രൂഫ് ആക്കേണ്ടത് YBQXAP എന്നാണ്. ഈ XAP ആണ് നമ്മുടെ ഫസ്റ്റ് റോ ആയിട്ട് ഇവിടെ കിടക്കുന്നത് അല്ലേ. അത് നമുക്ക് എവിടെ വരണം? സെക്കൻഡ് റോ ആയിട്ട് വരണം. അതുകൊണ്ട് നമുക്ക് എന്തും കൂടെ ചെയ്യണം? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിലും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പം അവിടെയും ഡിറ്റർമിനൻറ്റിന് ഒരു നെഗറ്റീവിൻ്റെ സൈൻ ചേഞ്ച് ഉണ്ടാവും. ആ നെഗറ്റീവിൻ്റെ സൈൻ ചേഞ്ചും ഈ നെഗറ്റീവിൻ്റെ സൈൻ ചേഞ്ചും കൂടെ പോസിറ്റീവായിട്ട് മാറും. Okay, so changing R1 to R2 and R2 to R1. Then YBQ XAP ZCR. This is our final answer. Okay, ഇങ്ങനെ നമുക്കിതിന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. Then moving to our next practice problem 4. Find the value of the determinant A square AB AC, AB B square BC, AC BC C square. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നോക്കിക്കോ, ശ്രദ്ധിച്ചേ. ഫസ്റ്റ് റോയിലെ എല്ലാ എലമെൻസിനകത്തും എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. സെക്കൻഡ് റോയിലെ എല്ലാ എലമെൻറ്റിലും ബി ഉണ്ട്. തേർഡ് റോയിലെ എല്ലാ എലമെൻറ്റിലും സി ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻറ്റിലും എ ഉണ്ട്, സെക്കൻഡ് കോളത്തിലെ എല്ലാ എലമെൻറ്റിലും ബി ഉണ്ട്, തേർഡ് കോളത്തിലെ എല്ലാ എലമെൻറ്റിലും സി ഉണ്ട്. ഓക്കെ, അവിടെ നിന്ന് എങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഒരു എ കോമൺ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് എങ്ങനെയായി മാറും? എ ഇൻറ്റു എ ബി സി അല്ലേ. ഫസ്റ്റ് റോയിൽ നിന്ന് ഞാനൊരു എ കോമൺ എടുക്കുകയാണെങ്കിൽ എ ബി സി റിമൈൻ ചെയ്യും. ഫസ്റ്റ് റോ എ ബി സി. ദെൻ സെക്കൻഡ് റോയിൽ നിന്ന് ഞാനൊരു ബി എ കോമൺ എടുക്കുകയാണെങ്കിലോ ഹിയർ ഓൾസോ എ ബി സി റിമൈൻ ചെയ്യുമല്ലോ. ദെൻ തേർഡ് റോയിൽ നിന്ന് ഞാനൊരു സി എ കോമൺ എടുക്കുകയാണെങ്കിലോ എ ബി സി റിമൈൻ ചെയ്യുമല്ലോ. നോക്കിയേ, ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ ഐഡൻറ്റിക്കൽ ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സിൻസ് ഓൾ ദ റോസ് ആർ സെയിം, ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഈസ് 0. Okay, then next is properties of the determinant. Continuing our next property, if each element of any row or column is expressed as a sum of 2 or more terms, then the determinant can be expressed as the sum of 2 or more determinants. അതായത് നമുക്കൊരു ഡിറ്റർമിനൻറ്റ് തന്നിരിക്കുന്നതിനകത്ത് സം ചെയ്തിട്ടാണ് തന്നിരുന്നെങ്കിൽ ഓരോ എലമെൻറ്റും ഒരു സമ്മിൻ്റെ ഒരു റോ ആയിട്ടോ കോളമായിട്ടോ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് A1 പ്ലസ് എക്സ് B1 പ്ലസ് വൈ C1 പ്ലസ് Z ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ എങ്കിൽ സെക്കൻഡ് റോ A2 B2 C2 ആൻഡ് തേർഡ് റോ A3 B3 C3. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ A1 B1 C1 അതായത് ഇതിനകത്തെ ഓരോ എലമെൻറ്റ്സ് A1 B1 C1 A2 B2 C2 A3 B3 C3 മറ്റ് എലമെൻറ്റ്സ് എല്ലാം സെയിം അങ്ങനെ തന്നെ പ്ലസ് എക്സ് വൈ ഇസഡ് ഉണ്ടോ, പ്ലസ് എക്സ് വൈ ഇസഡ് A2 B2 C2 A3 B3 C3 അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. Note that if dr equal to fr, gr, hr, abc, a1 b1 c1 where n belongs to capital N and a, b, c, a1 b1 c1 are constants, then sigma r equal to 1 to n dr, sigma r equal to 1 to n fr, sigma r equal to 1 to n g of r, sigma r equal to 1 to n hr. That means തന്നിരിക്കുന്ന എലമെൻറ്റ്സ് ഓരോ ഫങ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ സമ്മേഷൻ എടുക്കുന്നത് ഓരോ എലമെൻറ്റിൻ്റെയും സമ്മേഷൻ എടുക്കണം എന്ന് മാത്രമേ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഇതാണ് മെയിൻലി വേണ്ടത്. മെയിൻലി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് സം ചെയ്തോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തോ ഉള്ള എലമെൻറ്റ്സ് ആണ് ഒരു റോ അല്ലെങ്കിൽ ഒരു റോ തന്നിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി, row to column operation. The value of a determinant remains unaltered under a column C
I operation of the form Ci changes to Ci plus alpha Cj plus beta Ck. J, K is not equal to I, or rho Ri operation of the form Ri changes to Ri plus alpha Rj plus beta Rk. In other words, the value of a determinant is not altered by adding the elements of any row or column to the same multiples of the corresponding elements of any other row or column. അതായത് നമുക്കൊരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, നമ്മൾ മെട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡിറ്റർമിനന്റിനകത്തും തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിനകത്ത് ഒരു റോയെ മറ്റൊരു റോ കൊണ്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു നമ്പർ എടുത്ത് മൊത്തത്തിൽ ഒരു റോയെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെടുത്ത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നതും കൊണ്ടൊന്നും അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് A1 B1 C1 A2 B2 C2 A3 B3 C3 എന്നാണ് ഗിവൺ ഡിറ്റർമിനന്റ് എങ്കിൽ A1 plus alpha A2 B1 plus alpha B2 C1 plus alpha C2 A2 B2 C2 A3 plus beta A1 B3 plus beta B1 C3 plus beta C1. അതെന്ന് വെച്ചാൽ R1നെ R1 plus alpha R2 എന്ന് കൊടുക്കുകയാണ്. R1 changes to R1 plus alpha R2. R1 എന്താണ്? A1 B1 C1. R2 എന്താണ്? A2 B2 C2. ആൽഫ R2 എന്ന് പറയുമ്പോഴോ ആൽഫ A2 ആൽഫ B2 ആൽഫ C2 അല്ലേ? ആ ആൽഫ B2ഉം ഈ R1ഉം തമ്മിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? A1 പ്ലസ് ആൽഫ A2 B1 പ്ലസ് ആൽഫ B2 C1 പ്ലസ് ആൽഫ B2. നമ്മൾ അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു റോ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഒരു കോളം കംപ്ലീറ്റ്ലി അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഡിറ്റർമിനന്റ് വാല്യൂവിനകത്ത് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഓരോ എലമെന്റ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു റോ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഒരു കോളം കംപ്ലീറ്റ്ലി അങ്ങനെ ചേഞ്ചസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോട്ട് ബൈ യൂസിങ് ദ ഓപ്പറേഷൻ Ri changes to XRi plus YRj plus ZRk JK not equal to I, the value of the determinant become X times the original 1. While applying this property, at least one row or column must remain unchanged. അതായത് നമ്മൾ ഒരു കോളത്തിനെ അല്ലെങ്കിൽ ഒരു റോയെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് സം ചെയ്ത് ചില എലമെൻറ്റ്സ് 0 ആക്കാനും അല്ലെങ്കിൽ അതിനെ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ചേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു റോ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഒരു കോളം കംപ്ലീറ്റ്ലി നമുക്ക് ഇങ്ങനത്തെ റോ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കോളം ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, practice problem number 5. Prove that A minus B minus C 2A 2A 2B B minus C minus A 2B 2C 2C C minus A minus B equal to A plus B plus C the whole cube. നമുക്ക് എന്തായിട്ട് പ്രൂവ് ചെയ്യണം? തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് ഈക്വൽ ടു A plus B plus C the whole cube ആയിട്ട് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റോ ട്രാൻസ്ഫോർമേഷൻ ആണ്. R1 changes to R1 plus R2 plus R3 എന്നുള്ള ഒരു റോ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഓരോ എലമെന്റ്സും തമ്മിലാണ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ? നമ്മൾ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ ചെയ്യുന്ന പോലൊക്കെ തന്നെ. ഓക്കെ, therefore A മൈനസ് ബി മൈനസ് സി ആണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. R1ലെ 1 എലമെന്റ് എന്ന് പറയുന്നത് A മൈനസ് ബി മൈനസ് സി. ദെൻ A മൈനസ് ബി മൈനസ് സി പ്ലസ് 2B പ്ലസ് 2C. Therefore, this term will become A plus B plus C. Okay, then 2A plus B minus C minus A plus 2C. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A plus B plus C. Then 2A plus 2B plus C minus A minus B. Okay, therefore, here also we will get A plus B plus C. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ എല്ലാം A പ്ലസ് ബി പ്ലസ് സി ആയിട്ട് കിട്ടി. അവിടെ നിന്ന് A പ്ലസ് ബി പ്ലസ് സി നമുക്ക് കോമൺ എടുക്കാമല്ലോ. അങ്ങനെ കോമൺ എടുത്താണ് A പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 1 1 1 2B B മൈനസ് സി മൈനസ് എ 2B 2C 2C C മൈനസ് എ മൈനസ് ബി. ഓക്കെ, ദെൻ ഈ കിട്ടിയിരിക്കുന്ന ഡിറ്റർമിനന്റിൽ നിന്ന് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കോളം ട്രാൻസ്ഫോർമേഷൻസ് ആണ്. C3 ചേഞ്ചസ് ടു C3 മൈനസ് C1. Okay, C3 changes to C3 minus C1. 1 minus 1 0. 2B minus 2B
0. C minus A minus B minus 2C. Minus A minus B minus C. Minus of പുറത്തെടുത്തു കഴിഞ്ഞാൽ A plus B plus C എന്ന് കിട്ടത്തില്ലേ? Then അതുപോലെ തന്നെ C2 changes to C2 minus C1. 1 minus 1 0. B minus C minus A minus 2B. Minus B minus C minus A. അവിടെ നിന്നും മൈനസിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ A plus B plus C എന്ന് കിട്ടും. Okay. Then 2C minus 2C 0. Therefore നമുക്ക് ഇവിടെ നിന്നും സെക്കൻഡ് കോളത്തിൽ നിന്നും തേർഡ് കോളത്തിൽ നിന്നും A plus B plus C യെ പുറത്തെടുക്കാമല്ലോ. സെക്കൻഡ് കോളത്തിൽ നിന്നും A plus B plus C, തേർഡ് കോളത്തിൽ നിന്നും A plus B plus C. ഓക്കെ, ഇവിടെ എല്ലാം 0 ആയതുകൊണ്ട് നമുക്ക് കോമൺ A plus B plus C ആണെന്ന് എടുക്കാൻ പറ്റും. Therefore the remaining elements എന്ത് കിട്ടും? ഡിറ്റർമിനന്റിനകത്തെ 1 0 0 2B. ഇവിടെ നിന്നും A plus B plus C യെ പുറത്തെടുത്തു കഴിഞ്ഞാൽ -1. ഓക്കെ, റിമൈനിങ് എലമെന്റ് ഈസ് -1 0 2C 0 -1. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ ഫസ്റ്റ് റോയെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 1 into -1, this element, this row and this column are cancelling. Therefore -1 into -1 -1 into -1 -0. Okay, -1 into -1 -0 minus all the terms are 0. Okay, therefore 1 into -1 into -1 1 1 into 1 1. Okay, therefore ഇവിടെ നിന്ന് നമ്മൾ A plus B plus C കോമൺ എടുത്തപ്പം 3 A plus B plus C കിട്ടി. അന്നേരം നമുക്ക് എന്ത് കിട്ടുന്നു? A plus B plus C the whole cube. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ത് കിട്ടും? 1. Therefore we can prove that this determinant is equal to A plus B plus C the whole cube. Okay, then moving to our practice problem number 6. Determinant A plus B plus NC n minus 1 into A n minus 1 into B n minus 1 into C B plus C plus NA n minus 1 B n minus 1 C n minus 1 into A C plus A plus NB is equal to. Options തന്നിട്ടുണ്ട് A B C D. Therefore നമ്മളിപ്പം ഈ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് the column transformations ആണ്. C1 changes to C1 plus C2 plus C3. C1 this. C1 changes to C1 plus C2 plus C3. A plus B plus NC plus NA minus A plus NB minus B. അല്ലേ, അവിടെ നിന്നും എയും ബിയും ക്യാൻസൽ ആയി പോവും. ബാലൻസ് NC plus NA plus NB. അവിടെ N കോമൺ എടുക്കുകയാണെങ്കിൽ n into A plus B plus C. Similarly, this term NC minus C B plus C plus NA plus NB minus B. ബിയും സിയും ക്യാൻസൽ ആയി പോവും. ബാക്കി വരുന്നത് n into NA n into A plus B plus C എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ തേർഡ് കോളത്തിലെ ഈ എലമെന്റ് നമുക്ക് n into A plus B plus C എന്ന് കിട്ടും. ഫസ്റ്റ് കോളത്തിൽ നിന്ന് നമുക്ക് n into A plus B plus C കോമൺ എടുക്കുന്നു. Then remaining 1 1 1 n minus 1 into A n minus 1 into B B plus C plus NA n minus 1 into B n minus 1 into A C plus A plus NB. Okay, then ഇവിടെ നിന്നും നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് റോ ട്രാൻസ്ഫർമേഷൻസ് ആണ്. R2 changes to R2 minus R1. R2 ഏതാണ്? ഇതാണ്. R2 changes to R2 minus R1. 1 minus 1 0. B plus C plus NA minus NA minus A. Minus of minus plus A. Therefore we will get A plus B plus C. Okay, then n minus 1 into B minus n minus 1 into B 0. Again R3 changes to R3 minus R1. 1 minus 1 0, n minus 1 into A minus n minus 1 into A 0. Then C plus A plus NB minus C plus A plus NB minus NB plus B. Okay, therefore NB are cancelled. A plus B plus C is there. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഈ ഒരു സെക്കൻഡ് റോയിൽ നിന്നും നമുക്ക് എന്തെടുക്കാൻ പറ്റും? A plus B plus C കോമൺ എടുക്കാൻ പറ്റും. തേർഡ് റോയിൽ നിന്നും A plus B plus C കോമൺ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ എന്ത് കിട്ടും?
n into a plus b plus c the whole cube. The remaining determinant എന്ത് കിട്ടും? 1 n minus 1 into a, n minus 1 into b, then 0 1 0 0 0 a plus b plus c. Okay, ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 1 into മാറ്റുന്നു a plus b plus c minus 0. Okay, then n minus 1 into a, 1 into a plus b plus c, sorry, 1 into this term will be taken as outside and therefore the remaining value is 1. Okay, therefore this is 1 into, ഞാനിപ്പം ഇതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ നിന്ന് എടുക്കുന്നു, അതല്ലേ എളുപ്പം. നെക്സ്റ്റ് അതർ ടേംസും 0 ആയതുകൊണ്ട് ഫസ്റ്റ് കോളം വെച്ച് ഞാൻ ആ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ 1 into ഈ ഒരു കോളവും ഈ ഒരു റോയും പോയി, 1 into 1 minus 0 1. Okay, then other elements are 0, therefore 1 minus 0, therefore the answer is 1. Okay, n into a plus b plus c the whole cube into 1. Therefore option ഏതായിരിക്കും? n into a plus b plus c the whole cube. Option B is the answer. Then moving to our 7th problem. If 3 square plus k 4 square, 3 square plus 3 plus k, 4 square plus k, 5 square, 4 square plus 4 plus k, 5 square plus k, 6 square, 5 square plus 5 plus k equal to 0, then the value of k is. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നോക്കിയേ, 3 സ്ക്വയർ പ്ലസ് കെ, 4 സ്ക്വയർ, 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് കെ, ദെൻ 4 square plus k, 5 square, 4 square plus 4 plus k, then 5 square plus k, 6 square, 5 square plus 5 plus k. ഇവിടെ നിന്നും C3 changes to C3 minus C1 എന്നുള്ള കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നതെങ്കിൽ C3 changes to C3 minus C1 എങ്ങനെ വരും? ഫസ്റ്റ് കോളം അങ്ങനെ തന്നെ, സെക്കൻഡ് കോളം അങ്ങനെ തന്നെ, തേർഡ് കോളത്തിനകത്ത് എന്ത് പറ്റും? 3 square plus 3 plus k minus 3 square plus k. ഓക്കെ, അവിടെ നിന്ന് ആ 3 square plus k ക്യാൻസൽ ആയിപ്പോവും, ബാലൻസ് 3 കിട്ടും. അതുപോലെ തന്നെ 4 square plus k ക്യാൻസൽ ആയിപ്പോവും, 4 കിട്ടും. ഇവിടെ നിന്ന് 5 square plus k ക്യാൻസൽ ആയിപ്പോവും, 5 കിട്ടും. ഇങ്ങനെ കിട്ടും. ഓക്കെ, ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ നിന്നും 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. 4 സ്ക്വയർ നമുക്ക് ഇതിനെ എടുക്കാൻ വേണ്ടി R3 ചേഞ്ചസ് ടു, നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് റോ ട്രാൻസ്ഫോർമേഷൻ ആണ്. റോ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും R3 ചേഞ്ചസ് ടു R3 മൈനസ് R2, R3 ചേഞ്ചസ് ടു R3 മൈനസ് R2, ദെൻ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. ഓക്കെ, നമ്മൾ അതിനെ മൈനസ് ചെയ്യാൻ പോവാം. അപ്പോൾ R2 ചെയ്യാൻ നേരത്തെ എങ്ങനെ കിട്ടും? 3 സ്ക്വയർ പ്ലസ് കെ മൈനസ് 4 സ്ക്വയർ മൈനസ് കെ. അപ്പം ആ കെയും ക്യാൻസൽ ആയി പോകും. 3 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഓക്കെ, അവിടെ നമുക്ക് 7 കിട്ടും. ദെൻ നെക്സ്റ്റ് 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ, 25 മൈനസ് 16 9, 4 മൈനസ് 3 1. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും വരുമ്പം 5 സ്ക്വയർ പ്ലസ് കെ മൈനസ് 3 സ്ക്വയർ മൈനസ് കെ, കെയും ക്യാൻസൽ ആയിപ്പോൾ 25 മൈനസ് 9, 5 സ്ക്വയർ പ്ലസ് കെ മൈനസ് 9. Sorry, R3 changes to R3 minus R2. Therefore, 5 square minus 16. Okay, 9. Then 6 square, 36 minus 25, 11. 5 minus 4, 1. Okay, this is the determinant value. Then finding this determinant. എങ്ങനെ ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് റോ വെച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 9 plus k. Okay, 9 plus k
ഇൻറ്റു അല്ലേ ഫസ്റ്റ് റോയിലും ഫസ്റ്റ് കോളവും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9 മൈനസ് 11 മൈനസ് 16 ഇൻറ്റു 7 മൈനസ് 9 പ്ലസ് 3 ഇൻറ്റു 7 ഇൻറ്റു 11 മൈനസ് 9 ഇൻറ്റു 9. ഓക്കെ, ദെയർഫോർ ആൻസർ എന്ത് കിട്ടും? 9 മൈനസ് 11 minus 2. Okay, then 7 minus 9 minus 2. Okay, then here 77 minus 81. Okay, therefore minus 4 അല്ലേ? അങ്ങനെ അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ -2 ഇൻറ്റു 9 പ്ലസ് കെ, അപ്പോൾ എന്ത് കിട്ടും? -18 മൈനസ് 2k. ഇവിടെ -2 ഇൻറ്റു 16 -32, -32 പ്ലസ് മൈനസ് സൈൻ, therefore +32 then -4 ഇൻറ്റു -3 -12 ഈക്വൽ ടു 0. ഓക്കെ, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ നിന്നും 30 പ്ലസ് 32 2 കിട്ടും അല്ലേ? -2k plus 2 equal to 0. Then from this equation we can find value of k അല്ലേ? 2k equal to 2 and therefore k equal to 1. K equal to 1. Okay, k equal to 1 means option B. Option B is the answer. Then our final property of the determinant, factor theorem. If the elements of a determinant D are rational integral functions of x and two rows or columns become identical when x is equal to a, then x minus a is a factor of D. അതായത് നമുക്കൊരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് റാഷണൽ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ then two rows or columns become identical. രണ്ട് റോസ് അല്ലെങ്കിൽ കോളംസിനെ ഐഡൻറ്റിക്കൽ ആക്കാൻ വേണ്ടി എക്സിന് നമ്മൾ എ എന്നുള്ളൊരു വാല്യൂ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ആ റോസ് അല്ലെങ്കിൽ കോളംസ് തമ്മിൽ ഐഡൻറ്റിക്കൽ ആവുന്നുണ്ടെങ്കിൽ ആ എക്സ് മൈനസ് എ നമ്മൾ ആ ഡിയുടെ ഫാക്ടർ ആണെന്ന് പറയുന്നു. ഓക്കെ, നോട്ട് ദാറ്റ് if r rows become identical when a is substituted for x, then x minus a raised to r minus 1 is a factor of D. Okay, then practice problem number 8. Prove that a determinant AAX MMM BXB equal to m into x minus a into x minus b. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഫാക്ടർ തിയറം അനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. യൂസിങ് ഫാക്ടർ തിയറം. എന്താണ് ഫാക്ടർ തിയറം പറയുന്നത്? തന്നിരിക്കുന്ന ഒരു ഡിറ്റർമിനൻ്റ് ഏതെങ്കിലും കോളംസ് അല്ലെങ്കിൽ റോസിനെ ഐഡൻറ്റിക്കൽ ആക്കാൻ വേണ്ടി എക്സിന് നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഐഡൻറ്റിക്കൽ ആവുന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഇട്ട് കൊടുക്കുന്ന എക്സ്, അതിനെ എക്സ് മൈനസ് എ എന്ന് എഴുതുമ്പോൾ അതൊരു ഫാക്ടർ ആയിരിക്കും, ആ ഡിറ്റർമിനൻ്റ് ഒരു ഫാക്ടറായിട്ട് മാറും. ഓക്കെ, യൂസിങ് ഫാക്ടർ തിയറം x is equal to a, നമ്മളിവിടെ x is equal to a എന്നിട്ട് കൊടുക്കുവാണെങ്കിൽ ഫസ്റ്റ് റോ എന്തായി മാറും? a a a. സെക്കൻഡ് റോ എന്താണ്? m m m. തേർഡ് റോ b a b. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഐഡൻറ്റിക്കൽ ആവില്ലേ? ഇവിടുന്ന് എ കോമൺ എടുക്കുന്നു, ഇവിടുന്ന് എമ്മിനെ കോമൺ എടുക്കുന്നു, അപ്പോൾ ഐഡൻറ്റിക്കൽ ആവുമല്ലോ. അതുകൊണ്ട് R1, since R1 and R2 are proportional which makes D equal to 0, നമുക്ക് ഡിറ്റർമിനന്റ് 0 ആയിട്ട് കിട്ടും. Therefore x minus a is a factor of D. അവിടെയും നമുക്ക് കിട്ടും x minus a എന്തായിട്ട്? ഒരു ഫാക്ടർ ആയിട്ട് കിട്ടുന്നു. Similarly, by putting x is equal to b, xന് b എന്ന് കൊടുക്കുവാണെങ്കിൽ നോക്കൂ, b b b, a a b, m m m. സെക്കൻഡ് റോയും തേർഡ് റോയും ഐഡൻറ്റിക്കൽ ആവും. അങ്ങനെ ആകുമ്പോൾ എക്സ് മൈനസ് ബിയും ഒരു ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അങ്ങനെ രണ്ടിനെയും നമ്മൾ ഫാക്ടറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സ് തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് എ എ എക്സ് എം 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 ബി എക്സ് ബി എന്ന് പറയുന്നതിനെ നമുക്ക് ലാംഡ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആയിട്ട് എഴുതുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ലാംഡ എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മളവിടെ കൊടുക്കുന്നതാണ്. എന്നിട്ട് ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ,
To get the value of lambda, put x is equal to 0 in equation 1. ഇതിനകത്ത് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ലാംഡയുടെ വാല്യൂ കിട്ടുന്നു. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? ലാംഡ ഇൻറ്റു എ ബി എന്ന് കിട്ടും. മൈനസ് എ മൈനസ് ബി. ഓക്കെ, ഇവിടെ ആകുമ്പോഴോ എ0 എം b0 b വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എ ബി എന്ന് കിട്ടുന്നു. ഇതിനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാ കിട്ടുക? എ ഇൻറ്റു എം ബി മൈനസ് 0 അല്ലേ? എ ഇൻറ്റു എം ബി മൈനസ് 0 മൈനസ് എ ഇൻറ്റു എം ബി മൈനസ് എം ബി. അവിടെ 0 ആവില്ലേ? മൈനസ് 0. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? എ എം ബി കിട്ടും. എ എം ബി ഈസ് ഈക്വൽ ടു ലാംഡ എ ബി എന്ന് കിട്ടും. ഇവിടെ നിന്നും എയും ബിയും ക്യാൻസൽ ആയി പോകത്തില്ലേ? ഇല്ലേ? അവിടെ നിന്ന് വാല്യൂ ഓഫ് ലാംഡ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ആ ലാംഡയുടെ വാല്യൂ എം ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അതല്ലേ നമ്മുടെ പ്രൂഫ്? എം ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഇതാണ് ഫാക്ടർ തിയറം യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഡിറ്റർമിനൻറ്റ്സ്. നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു ഡിറ്റർമിനൻറ്റ്.